ഹായ് ഹലോ. നമ്മൾ ഇന്നിവിടെ ഒരു ആയുർവേദിക് ഫേസ് ജെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആക്നെ, സൺ ടാൻ ഇതെല്ലാം മാറ്റി ഒരു ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ വേണ്ടി ഈ ഫേസ് ജെൽ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. 200 ഗ്രാം ഫേസ് ജെൽ ഉണ്ടാക്കാൻ വേണ്ടി 100 ഗ്രാം അലോവേര ജ്യൂസ് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ 200 ഗ്രാം അലോവേര എടുത്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് വശവും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് കുത്തി വച്ചിട്ടുണ്ട്. ഇങ്ങനെ 10-20 മിനിറ്റ് കുത്തി വെക്കുക. അപ്പോൾ അതിൽ നിന്നും ഒരു മഞ്ഞ ദ്രാവകം ഊറി വരും. അതിനുശേഷം അലോവേര എടുത്ത് നന്നായി കഴുകുക. നന്നായി കഴുകിയതിന് ശേഷം അലോവേരയുടെ രണ്ട് സൈഡും അതുപോലെ പച്ചയുള്ള ഭാഗങ്ങളെല്ലാം ഒരു പീലർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചോ ചെത്തി കളയുക. എന്നിട്ട് അതിൻ്റെ അലോവേരയുടെ ജെല്ല് മാത്രമായിട്ട് എടുക്കുക. അതിനുശേഷം അതൊരു നല്ല തണുത്ത വെള്ളത്തിൽ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ ജെല്ല് കഴുകിയെടുത്ത ഈ ജെല്ല് മിക്സിയുടെ ജാർ ഉപയോഗിച്ചോ ബ്ലെൻഡർ ഉപയോഗിച്ചോ ജ്യൂസായിട്ട് എടുക്കുക. അടിച്ചെടുത്ത ഈ ജ്യൂസ് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. അതിനുശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് അത് നന്നായിട്ട് ചൂടാക്കുക. നല്ലവണ്ണം ചൂടാവുമ്പോൾ പത പോലെ പൊങ്ങി വരികയാണെങ്കിൽ അത് കോരി മാറ്റുക. അതിനുശേഷം നന്നായി ചൂടായതിന് ശേഷം ഇതെടുത്ത് ഒരു പ്രാവശ്യം കൂടി അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ജ്യൂസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ജ്യൂസ് ജെല്ലാക്കി മാറ്റണം. അതിനുവേണ്ടി ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. അതുപോലെ സാന്തകം ഉപയോഗിച്ചാണ് നമ്മളിത് ജെല്ലാക്കി മാറ്റുന്നത്. ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് സാന്തകമാണ്. കോസ്മെറ്റിക് ഗ്രേഡിലുള്ള ട്രാൻസ്പെറൻറ്റ് സാന്തകമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 100 ഗ്രാം ജെല്ലിന് വേണ്ടി നമ്മൾ 1.5 ഗ്രാം സാന്തകമാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 1 ഗ്രാമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് അല്പം തിക്നെസ് കുറവാണ്. 100 ഗ്രാമിന് 1.5 ഗ്രാം സാന്തകം നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു ബീക്കറിൽ സാന്തകം എടുത്തിട്ടുണ്ട്. 1 ഗ്രാം സാന്തകമിന് 6 ഗ്രാം വെജിറ്റബിൾ ഗ്ലിസറാണ് എടുക്കേണ്ടത്. അപ്പോൾ 1.5 ഗ്രാം സാന്തകം എടുക്കുമ്പോൾ 9 ഗ്രാം വെജിറ്റബിൾ ഗ്ലിസറിൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലീഫ് ആൻഡ് റിലീഫിൻ്റെ വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഇത് മിക്ക ലേഡീസ് സെൻ്ററുകളിലും ലഭിക്കുന്നതാണ്. അതിനുശേഷം ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവ രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റോസ് എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 6 ഗ്രാം റോസ് എക്സ്ട്രാക്റ്റാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ റോസ് എക്സ്ട്രാക്റ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്ക് 6 മാസം ഷെൽഫ് ലൈഫ് കിട്ടും. ഇതിലേക്ക് ഒരു പ്രിസർവേറ്റീവും ചേർത്തിട്ടില്ല. ഇതിൻ്റെ വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൗഡേഴ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മുൾത്താനി മിട്ടി, ആര്യവേപ്പിൻ്റെ പൗഡർ, കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ, രക്തചന്ദനത്തിൻ്റെ പൗഡർ ഇതെല്ലാം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം 0.5 ഗ്രാം വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 200 ഗ്രാം ജെല്ലിനാണ് ഇവയെല്ലാം എടുത്തിരിക്കുന്നത്. ഒരു 100 ഗ്രാം ജെല്ലിന് 1 ഗ്രാം തൊട്ട് 2 ഗ്രാം വരെ പൗഡേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 2 ഗ്രാമിനുള്ളിൽ നിങ്ങൾ ഏതൊക്കെ പൗഡർ യൂസ് ചെയ്യുന്നുണ്ടോ ആ പൗഡറെല്ലാം ആ 2 ഗ്രാമിൽ നിൽക്കാൻ നോക്കണം. പൗഡറെല്ലാം ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 100 ഗ്രാം അലോവേര ജ്യൂസും അതുപോലെ 100 ഗ്രാം ഡിസ്റ്റിൽഡ് വാട്ടറും ആഡ് ചെയ്യുക. 200 ഗ്രാം ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ 100 ഗ്രാം ഉണ്ടാക്കുന്നു എങ്കിൽ 50 ഗ്രാം അലോവേര ജ്യൂസും 50 ഗ്രാം ഡിസ്റ്റിൽഡ് വാട്ടറും ആഡ് ചെയ്യുക. ഇവയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് 3-4 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഇത് വീണ്ടും എടുക്കുക. ഞാനിത് തലേദിവസം രാത്രിയാണ് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും തിക്നെസ്സായിട്ട് ഇതുപോലെ ജെൽ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ടീ ട്രീ എസൻഷ്യൽ ഓയിലും അതുപോലെ ലെമൺ എസൻഷ്യൽ ഓയിലും 100 ഗ്രാമിന് 4 ഡ്രോപ്സ് എന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പ്രിസർവേറ്റീവ് ഫീനോക്സി എത്തനോളാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് 1 മാസമൊക്കെ ഇരുന്നാൽ മതിയെങ്കിൽ 6 ഡ്രോപ്സ് ആഡ് ചെയ്താൽ മതി. ഇനി ഇത് ഒരാഴ്ച ഇരുന്നാൽ മതിയെങ്കിൽ നമുക്ക് ഫിനോക്സിയത്തനോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനായാലും ഫിനോക്സിയത്തനോൾ ആഡ് ചെയ്യേണ്ട.
നമുക്ക് 1 മാസമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ 6 ഡ്രോപ്സ് ഫിനോക്സിയട്രോൾ ആഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായി കഴുകി ഉണക്കിയ ഒരു ബോട്ടിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജെല്ല്. തുടർന്ന് നല്ല വീഡിയോസുമായിട്ട് പിന്നീടും വരുന്നതായിരിക്കും.